കുട്ടിക്കാലത്ത് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ വഴക്കിടുന്നതും കുറുമ്പ് കാട്ടുന്നതും അമ്മയോടാണ്. അത് മക്കളുടെ കുഞ്ഞു കുസൃതികളായി കണ്ട് അവർ അതെല്ലാം ക്ഷമിക്കാറുണ്ട്. വളർന്ന് വലുതായി കഴിഞ്ഞാലും അമ്മയോടാണ് പരാതിയും പരിഭവവും ഒക്കെ പറയുന്നത്. മക്കൾ എത്ര വലിയ തെറ്റ് ചെയ്താലും അവർ ക്ഷമിക്കും, ആരോടും പരാതിയും പറയില്ല. കഞ്ചാവിൻ്റെയും മദ്യത്തിൻ്റെയും ലഹരിയിൽ ചിലർ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്ന കാഴ്ച. തിരുവനന്തപുരം വെള്ളറടയിൽ അമ്മയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ യുവാവിൻ്റെ ക്രൂരതയെക്കുറിച്ച് കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് നാട്. എന്താണ് അവിടെ സംഭവിച്ചത്? പോലീസ് പട്രോൾ പരിശോധിക്കുന്നു. സ്വാഗതം. തിരുവനന്തപുരം വെള്ളറട സ്വദേശി മോസസ് ബിബിൻ നാട്ടുകാർക്കും വീട്ടുകാർക്കും പേടി സ്വപ്നമാണ്. മദ്യമോ ലഹരിയോ ഉപയോഗിച്ചാൽ അയാൾ ഒരു ചെകുത്താനാണ്. 1.5 വർഷം മുൻപ് പോക്സോ കേസിൽപ്പെട്ട് ജയിലിലായി. ഇയാളുടെ ശല്യം സഹിക്കാൻ കഴിയാതെ മകളെയും കുട്ടി ഭാര്യയും വീട് വിട്ടു. ഇതോടെ മോസസ് അഭയം തേടിയത് പെറ്റമ്മയുടെ അടുത്താണ്. പിന്നീട് ആ അമ്മയുടെ ദുരിത നാളുകളായിരുന്നു. മദ്യപിച്ചെത്തി നാട്ടിലും വീട്ടിലും അക്രമം സൃഷ്ടിക്കും, അമ്മയെ തല്ലിച്ചതയ്ക്കും. ലഹരി തലയ്ക്ക് പിടിച്ച അയാൾ അമ്മ നളിനിയെ ജീവനോടെ തീ കൊളുത്തി കൊലപ്പെടുത്തിയെന്ന വാർത്തയാണ് പുറത്തു വന്നത്. നളിനിയുടെ കൈയും കാലും കെട്ടിയിട്ട് വായിൽ തുണിതിരുകയായിരുന്നു ആ കിരാതന്റെ ക്രൂരത. നളിനിയെ മകൻ വീടിനുള്ളിൽ കെട്ടിയിട്ട് തീ കത്തിക്കുകയായിരുന്നു. നളിനിക്ക് ഭക്ഷണവുമായി എത്തിയ ഇളയ മകനാണ് തീ പടരുന്നത് കണ്ടത്. തീ കത്തുമ്പോൾ മോസസ് ബിബിൻ വീടിന് മുന്നിലുണ്ടായിരുന്നു. വീടിനുള്ളിലേക്ക് ഇയാൾ ആരെയും കടത്തിവിട്ടില്ല. തുടർന്ന് വെള്ളറട പോലീസിന്റെ നേതൃത്വത്തിൽ തീ അണച്ച ശേഷം പ്രതിയെ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നളിനിയുടെ ഇരുകാലുകളും ബന്ധിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കാലുകളൊഴികെ പൂർണ്ണമായും കത്തിയ നിലയിലാണ്. ഇന്ന് രാവിലെ അവന്റെ കാപ്പി വാങ്ങിച്ചപ്പോഴാണ് സംഭവം പുറത്ത് കാണുന്നത്. അയാളെ പതിനഞ്ച് കയറ്റൊന്നുമില്ല. അത് കാലത്ത് കാപ്പി കൊണ്ടുവന്നപ്പോഴാണ് ഇത് കണ്ടത്. വെട്ടോത്തിയും വെച്ചോണ്ട് കിണ്ടി നീക്കി വെച്ചു കൊടുക്കണം. ഇവിടെ സ്ഥിരം വെള്ളം കേൾക്കാറുണ്ട്. ഇവിടെ അയൽവാസി അവരൊക്കെ എന്നും പറയുന്നുണ്ട്. വൈകുന്നേരം ചില ദിവസം അടിയൊക്കെ കൊടുക്കുന്ന സൗണ്ട് കേട്ടിട്ടുണ്ട്. ഇവരുടെ ഭർത്താവ് പൊന്നുമണി 9 വർഷം മുമ്പ് മരിച്ചിരുന്നു. തുടർന്ന് നളിനിയും മോസസുമാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇയാളുടെ ഭാര്യ പിണങ്ങി താമസിക്കുകയായിരുന്നു. പ്രതി മദ്യവും ലഹരിമരുന്നും ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്ന് പോലീസ് അറിയിച്ചു. മുമ്പ് പീഡനക്കേസിലും പ്രതിയാണ് ഇയാൾ. ലഹരി ഉപയോഗിച്ച് സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും സൗഹൃദം സ്ഥാപിച്ചെത്തുന്നവരെ വിശ്വസിക്കരുതെന്ന് പലപ്പോഴും മുന്നറിയിപ്പ് നൽകുന്നതാണ്. എത്ര ഉപദേശം കേട്ടാലും നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ വീണ്ടും ചതിക്കുഴികളിൽ വീഴും. വയനാട് ചീരാൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത കേസിൻ്റെ അന്വേഷണം ചെന്നെത്തിയത് ഒരു ഇൻസ്റ്റഗ്രാം സുഹൃത്തിലേക്കാണ്. അവൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആലപ്പുഴ സ്വദേശി ആദിത്യൻ്റെ ചതി തിരിച്ചറിയാൻ ആ പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല. കേസിൽ യുവാവിനെ നൂൽപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് സ്കൂളിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയർന്നിരുന്നു. വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട പിരിവിനെ തുടർന്നുണ്ടായ മാനസിക വിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നായിരുന്നു ആരോപണം. എന്നാൽ പിന്നീട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് മരണകാരണം ഇൻസ്റ്റഗ്രാം ചാറ്റിംഗ് ആണെന്ന് കണ്ടെത്തിയത്. തുടർന്നാണ് ആലപ്പുഴ കളിച്ചുകുളങ്ങര സ്വദേശിയായ ആദിത്യനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇത്തരത്തിലേക്ക് സ്കൂളിനെതിരെ വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടപ്പോഴും നമ്മുടെ നാട്ടിലെ നിരവധി ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകൾ നിരവധിയുണ്ട്. ആ ഗ്രൂപ്പിനകത്തൊക്കെ തന്നെ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ ഈ നാട് ചീരാൽ എന്ന് പറയുന്ന ചീരാൽ വില്ലേജ് എന്ന പ്രദേശത്തിനകത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പിന്തുണ സ്കൂളിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് സ്കൂളിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് ഒരു വാചകം പോലും ആ വാർത്തയുടെ അടിയിൽ എഴുതാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറായില്ല എന്നുള്ളത്. അതിന് പീട്ടയ്ക്ക് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളോട് പ്രത്യേകം നന്ദി പറയേണ്ടതില്ല. ഈ നാട് അങ്ങനെയാണ്, നന്മയുള്ള നാടാണ്.
അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പ്രതിയായ ആദിത്യനെ എറണാകുളത്തെ ജോലി സ്ഥലത്ത് വെച്ചാണ് പോലീസ് പിടികൂടിയത്. ആത്മഹത്യാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 വയനാട്. മനസ്സസ്വസ്ഥമാകുന്നുണ്ടോ? പ്രശ്നങ്ങൾ കണ്ടെത്താം, പരിഹരിക്കാം. ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലടക്കം പരസ്യങ്ങൾ നൽകി ഉപദേശവുമായി രംഗത്തെത്തുന്ന ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിസ് എന്ന മനഃശാസ്ത്രജ്ഞനെ പലർക്കും കണ്ടാലറിയാം. ദൃശ്യമാധ്യമങ്ങളിലടക്കം ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലെ മാനസികാരോഗ്യ വിദഗ്ധനായിരുന്ന ഈ ഡോക്ടറെ. ഒരിക്കൽ വിഷാദ രോഗത്തിന് ചികിത്സ തേടി ആശുപത്രിയിലെത്തിയ പെൺകുട്ടിയുടെ മനസ്സല്ല ഇയാൾ പരിശോധിച്ചത്. പെൺകുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ സംഭവം ഉണ്ടായത് 2020 ഒക്ടോബറിലാണ്. കേസിൽ ഡോക്ടർക്ക് 1 വർഷം തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു കോടതി. ഒക്ടോബർ 23 കേസിനാസ്പദമായ സംഭവം. കൽപ്പറ്റയിലെ സ്വകാര്യ ക്ലിനിക്കിൽ വെച്ച് ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിസ് 18-കാരിയായ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു. ഈ സമയത്ത് വയനാട് ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെയും വിമുക്തി പദ്ധതിയുടെയും നോഡൽ ഓഫീസറായിരുന്നു പ്രതി. കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ പെൺകുട്ടിയോടും കുടുംബത്തോടും കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ക്ലിനിക്കിലെത്താൻ ആവശ്യപ്പെടുകയും അവിടെ വെച്ച് ഉപദ്രവിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. മോള് കാണിക്കാൻ വേണ്ടി കയറിയപ്പോൾ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടാണ് അകത്ത് കയറിയത്. അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ ദേഹപരിശോധന നടത്തിയത് എന്തിനാണെന്ന് പുറത്തിറങ്ങിയപ്പോൾ ചോദിച്ചു. അങ്ങനെ കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ എന്തിനാ ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഇങ്ങനൊരു ദേഹപരിശോധനയൊക്കെ നടത്തുന്നതിനോട് പുറത്തിറങ്ങിയപ്പോൾ ചോദിച്ചു. പിന്നെ ആകെ മൂടിയാണ്, ആകെ വിഷമിച്ചും കൊണ്ടാണ് പുറത്തിറങ്ങിയത്. അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് അവൾ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ പോയിട്ട് പരാതി കൊടുത്ത് പോലീസ് അന്വേഷിച്ചു. ഇപ്പോൾ കോടതി വിധിയെ വന്നിട്ടുണ്ട്. സംഭവത്തിൽ ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിസ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കൽപ്പറ്റ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതിക്ക് 1 വർഷം തടവ് ശിക്ഷയും 20,000 രൂപ പിഴയും വിധിച്ചു. പിഴ സംഖ്യയിൽ നിന്ന് 15,000 രൂപ പെൺകുട്ടിക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു. ന്യൂസ് 18 വയനാട്. ഷോപ്പിംഗ് മാളുകളിലോ കടകളിലോ പോയാൽ ഗൂഗിൾ പേ വഴിയാണ് നമ്മളിൽ പലരും ഇപ്പോൾ പണം കൊടുക്കുന്നത്. എന്നാൽ അവിടെയും അപകടം പതിയിരിക്കുന്നുണ്ടെന്ന് സ്ത്രീകൾ തിരിച്ചറിയണം. നടിയും മോഡലുമായ ജിപ്സ ബീഗത്തിന് അശ്ലീല സന്ദേശങ്ങളും ചിത്രങ്ങളും അയച്ച യുവാവ് അവരുടെ മൊബൈൽ നമ്പർ തരപ്പെടുത്തിയത് ഗൂഗിൾ പേയിൽ നിന്നാണ്. കൊച്ചിയിലെ റെസ്റ്റോ കഫയിലെ ജീവനക്കാരനായ കോഴിക്കോട് മുക്കം സ്വദേശി നിഷാന്തിനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് വിവരങ്ങൾ പുറത്തു വന്നത്. കഴിഞ്ഞ ഡിസംബറിലാണ് വാട്സാപ്പിലൂടെ തനിക്ക് ഒരു യുവാവ് നഗ്നദൃശ്യങ്ങളും വീഡിയോയും അയച്ചെന്ന പരാതിയുമായി നടി ജിപ്സ ബീഗം രംഗത്തെത്തിയത്. സംഭവത്തെക്കുറിച്ച് പോലീസിൽ പരാതി നൽകിയതിനൊപ്പം യുവാവിന്റെ വീഡിയോ ദൃശ്യങ്ങൾ തന്റെ ഫേസ്ബുക്ക് വഴി ഇവർ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഒരുപാട് പേർ സൈബർ അറ്റാക്കിന് ഇരയായിട്ടുണ്ടാകാം, എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കാതെ വെറുതെ വിട്ടതാണ്. സിനിമ ചെയ്തെന്നോ മോഡലിംഗ് ചെയ്തെന്നോ വെച്ച് അത് നമ്മളെ തോന്നിവാസം പറയാനുള്ളൊരു അവസരമല്ലെന്നും ജിപ്സ ബീഗം തുറന്നടിച്ചിരുന്നു. സംഭവത്തിൽ പ്രതിയുടെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്ന പരാതിയും അവർ ഉന്നയിച്ചു. തുടർന്നാണ് കോഴിക്കോട് മുക്കം സ്വദേശി നിഷാന്ത് ശശീന്ദ്രനെ ഇൻഫോ പാർക്ക് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗൂഗിൾ പേ ഉപയോഗപ്പെടുത്തി നമ്പർ എടുത്ത ശേഷം വാട്സാപ്പ് വഴി നടിക്ക് സന്ദേശം അയക്കുകയായിരുന്നുവെന്ന് പ്രതി മൊഴി നൽകി. കൊച്ചിയിലെ റെസ്റ്റോ കഫയിലെ ജീവനക്കാരനാണ് നിഷാന്ത്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷമാണ് ജിപ്സ ബീഗം ഗൂഗിൾ പേ വഴി പണം ട്രാൻസ്ഫർ ചെയ്തത്. ഇതിൽ നിന്നും നമ്പർ എടുത്താണ് നിഷാന്ത് ജിപ്സയ്ക്ക് അശ്ലീല വീഡിയോകളും ഫോട്ടോകളും അയച്ചു നൽകിയത്. മുൻപും
സമൂഹ മാധ്യമങ്ങളിലൂടെ പലതവണ അതിക്രമം നേരിട്ടിട്ടുള്ള താരമാണ് ജിപ്സ ബീഗം. ന്യൂസ് 18 കൊച്ചി. പോലീസിന്റെ നരനായാട്ടിനെതിരെ പലയിടങ്ങളിൽ നിന്നും വ്യാപകമായ പരാതികൾ ഉയരുന്നുണ്ട്. തൃശ്ശൂരിൽ ഉത്സവത്തിനിടെ പോലീസ് മർദ്ദനത്തിൽ 3 പല്ലുകൾ നഷ്ടപ്പെട്ടതായി പരാതി. എളവള്ളി ബാഗ സ്വദേശി മുരളിയാണ് മർദ്ദനമേറ്റെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും DGPക്കും ഉൾപ്പെടെ പരാതി നൽകിയത്. ഈ മാസം 20-ന് ബാഗ കാർത്തിയായനി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ വൈകിട്ടാണ് സംഭവം. അതേസമയം പോലീസ് ആരോപണം നിഷേധിക്കുകയാണ്. വാഗ കാക്കത്തുരുത്തിൽ നിന്ന് വന്ന പൂരത്തിനിടെ തർക്കവും ഉന്തും തള്ളുമുണ്ടായിരുന്നു. ഇതിനിടെ അതുവഴി വന്ന മുരളിയെ പാവറട്ടി പോലീസ് സ്റ്റേഷനിലെ SI ജോഷി മർദ്ദിച്ചെന്നാണ് പരാതി. മർദ്ദനത്തിൽ ഈ 56-കാരന്റെ 3 പല്ലുകൾ പോയെന്നും പരാതിയുണ്ട്. ജോഷി സാറ് 6 മണി 6:30 മണിയിലുള്ളിലാണ് പൂരം കയറുന്ന നേരത്താണ്. വേറെ ടൈമിൻ്റെ പൂരം കയറാം. അപ്പോൾ അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നുണ്ട് നമുക്കറിയില്ല. അപ്പോൾ അവർ നമ്മുടെ അമ്പലത്തിലേക്ക് വരികയാണ്. വരുന്ന നേരത്തിൽ ഇങ്ങനെ വിളിക്കാൻ നാട്ടിൽ കണ്ടതും അടിക്കുകയും. പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുരളി മുഖ്യമന്ത്രി, DGP, കമ്മീഷണർ, ACP, പാവറട്ടി SHO എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ മുരളിയെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. മദ്യലഹരിയിലായിരുന്ന മുരളി പോലീസിന് നേരെയാണ് അതിക്രമം കാണിച്ചത് എന്നാണ് പോലീസിന്റെ വിശദീകരണം. യൂണിഫോമിൽ കയറി പിടിച്ചപ്പോൾ പിടിച്ചുമാറ്റാൻ ശ്രമിച്ച SIയുടെ കൈവിരൽ കടിച്ചതായും പോലീസ് പറയുന്നു. മുരളിയെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടി വേണമെന്ന് CPM എളവള്ളി ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ന്യൂസ് 18 തൃശൂർ. വർക്കലയിലെ ഹരിഹരപുരത്ത് വീട്ടുകാർക്ക് ഭക്ഷണത്തിൽ ലഹരി ചേർത്ത് നൽകി വീട്ടുജോലിക്കാരിയുടെ ഒത്താശയോടെ കവർച്ച നടത്തിയ സംഭവത്തിന്റെ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. മോഷണ സംഘത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും നേപ്പാൾ സ്വദേശികളാണ്. കവർച്ചയ്ക്ക് ശേഷം രക്ഷപ്പെട്ട സംഘത്തെ പിടികൂടാൻ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. പോലീസ് പിടികൂടിയ 2 പ്രതികളിൽ ഒരാൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. പ്രൊഫഷണൽ മോഷണ സംഘമാണ് സംഭവത്തിന്റെ പിന്നിലുള്ളത് എന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവം നടന്ന വീട്ടിൽ നിന്നും പരിസരത്തു നിന്നുമായി നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ച പ്രതികളെ റൂറൽ SP-യുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തെങ്കിലും പരസ്പര വിരുദ്ധമായ വിവരങ്ങളാണ് പോലീസിന് നൽകിയത്. രക്ഷപ്പെട്ടവരുടെ മൊബൈൽ നമ്പർ പോലും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പിടിയിലായ 2 പേരുടെ നേപ്പാളിലെ മേൽവിലാസം പോലീസ് കണ്ടെത്തിയെങ്കിലും പ്രതികൾ വർക്കലയിൽ നിന്നും രക്ഷപ്പെട്ട ഓട്ടോറിക്ഷ പോലീസ് പിടികൂടിയിട്ടുണ്ട്. എന്നാൽ പ്രതികളെ പുത്തൂർ ഭാഗത്ത് കൊണ്ടുവിട്ടു എന്നല്ലാതെ കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പരവൂർ, പുത്തൂർ, കൊട്ടാരക്കര ഭാഗങ്ങളിലാണ് സംഘത്തിലുണ്ടായിരുന്ന പെൺകുട്ടി ഉൾപ്പെടെ തമ്പടിച്ചിരുന്നത്. ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. സംഘം കേരളത്തിന് പുറത്തു കടന്നിട്ടുണ്ട് എന്ന സംശയവും പോലീസിനുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ മരിച്ച പ്രതി രാംകുമാറിന്റെ മരണകാരണവും വ്യക്തമായിട്ടില്ല. സംഭവസ്ഥലത്ത് നിന്നും പോലീസിന് പ്രതികളെ ലഭിക്കുമ്പോൾ നാട്ടുകാർ ഇരുവരെയും മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. കൂട്ടുപ്രതിയായ ജനാർദ്ദനനെ റിമാൻഡ് ചെയ്തു. വൃദ്ധയുൾപ്പെടെയുള്ള വീട്ടുകാർക്ക് ചപ്പാത്തിയിലും കുറുമാക്കറിയിലും ലഹരി ചേർത്ത് മയക്കിക്കിടത്തിയായിരുന്നു മോഷണം. ന്യൂസ് 18 ആറ്റിങ്ങൽ. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നായ ഹൈറിച്ചിനെ കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിടുന്നത്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പുറമെ ക്രിപ്റ്റോ കറൻസി, OTT പ്ലാറ്റ്ഫോം എന്നിവയുടെ മറവിൽ തട്ടിയെടുത്തത് 1157 കോടി രൂപയെന്ന ഇഡിയുടെ വിശദമായ അന്വേഷണത്തിലാണ് തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവന്നത്. ഇഡിയുടെ റെയ്ഡിന് തൊട്ടു മുൻപ് ഒളിവിൽ പോയ ഹൈറിച്ച് ഉടമ പ്രതാപനും
ഭാര്യ ശ്രീനിക്കും വേണ്ടി അന്വേഷണം തുടരുകയാണ്. തട്ടിപ്പിൽ ചില ഉന്നതരുടെ ബന്ധങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. ക്രിപ്റ്റോ കറൻസി, OTT പ്ലാറ്റ്ഫോം എന്നിവയുടെ മറവിലാണ് ഹൈറിച്ച് MD VD പ്രതാപനും ഭാര്യയും സിഇഒയുമായ ശ്രീനയും 1157 കോടി രൂപ തട്ടിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. ഇതിൽ വലിയൊരു പങ്ക് വിദേശത്തേക്ക് കടത്തിയ ഉടമകൾ കാനഡയിൽ രൂപീകരിച്ച കമ്പനി കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാനഡയിൽ കമ്പനി രൂപീകരിച്ചത് ഹവാല ഇടപാടുകളുടെ ഭാഗമായിട്ടാണെന്നുമാണ് ഇഡിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇടപാടുകൾക്ക് ഇടനിലക്കാരായ 10-ലേറെ പോലീസുകാരും ഉന്നത രാഷ്ട്രീയ നേതാക്കളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടും. പലചരക്ക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കായി ഹൈറിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിലാണ് ഇടപാടുകാരെ സൃഷ്ടിച്ചത്. കമ്പനി സമാഹരിച്ച പണത്തിൽ 482 കോടി രൂപ മാത്രം ശേഖരിച്ചത് ക്രിപ്റ്റോ കറൻസി വഴിയാണെന്നും ഇഡി കണ്ടെത്തി. റിസർവ് ബാങ്കിന്റെ അനുമതിയില്ലാതെയാണ് ക്രിപ്റ്റോ ഇടപാടുകൾ നടത്തിയതെന്നും കണ്ടെത്തലുണ്ട്. ഇതിനു പുറമെയാണ് OTT പ്ലാറ്റ്ഫോമിന്റെ പേരിലും ഇവർ തട്ടിപ്പ് നടത്തിയത്. പുതിയ ചിത്രങ്ങൾ OTTയിലൂടെ റിലീസ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സിനെ ആകർഷിക്കുകയായിരുന്നു ലക്ഷ്യം. ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് 5 ലക്ഷം രൂപ വീതം നിക്ഷേപം വാങ്ങിയായിരുന്നു തട്ടിപ്പ്. ഓൺലൈൻ മാർക്കറ്റിംഗ്, മണി ചെയിൻ ഇടപാടുകൾക്ക് പുറമെ ഹൈറിച്ച് ഉടമകൾ കോടികൾ തട്ടിയെടുത്ത മറ്റ് വഴികളിലൂടെയാണ് ഇഡി അന്വേഷണം നടത്തുന്നത്. ഓൺലൈൻ ഷോപ്പിംഗ് ഉൾപ്പെടെയുള്ള ബിസിനസ്സുകളുടെ മറവിൽ ഹൈറിച്ച് കമ്പനി 1630 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ഇഡി ഉദ്യോഗസ്ഥർ വീട്ടിൽ റെയ്ഡിനെത്തും മുൻപ് അറസ്റ്റ് ഭയന്ന് കടന്നു കളഞ്ഞ കമ്പനി MD പ്രതാപൻ ദാസനും സിഇഒയും ഭാര്യയുമായ ശ്രീനയ്ക്കും വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന സ്ഥലമാണ് ശബരിമല. വലിയ ആൾക്കൂട്ടം വരുമ്പോൾ ചിലപ്പോൾ കൂട്ടം തെറ്റാം, ചിലരെ കാണാതാകുന്ന സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇത്തവണ ശബരിമല തീർത്ഥാടന കാലത്ത് കാണാതായത് 9 അയ്യപ്പ ഭക്തരെയാണ്. 4 തമിഴ്നാട്ടുകാരും 1 കോഴിക്കോട് സ്വദേശിയും 2 ആന്ധ്രക്കാരും കർണാടക, തെലങ്കാന സ്വദേശികളുമാണ് കാണാതായത്. ഇവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കഴിഞ്ഞ വർഷം നവംബർ 15-നും ഈ വർഷം ജനുവരി 20-നുമിടയിൽ കാണാതായവർക്ക് വേണ്ടിയാണ് അന്വേഷണം നടത്തുന്നത്. പമ്പ, നിലയ്ക്കൽ, സന്നിധാനം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ഇത്രയും അയ്യപ്പഭക്തരെ കാണാതായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അന്വേഷണം പമ്പ പോലീസ് ഊർജിതമാക്കി. ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ നിർദ്ദേശപ്രകാരം ഇവരെ കണ്ടെത്തുന്നതിന് റാന്നി DYSP R ബിനുവിന്റെ മേൽനോട്ടത്തിലാണ് വ്യാപകമായ അന്വേഷണം നടക്കുന്നത്. കേസുകളുടെ അന്വേഷണ പുരോഗതി ജില്ലാ പോലീസ് മേധാവി നേരിട്ട് വിലയിരുത്തും. കാണാതായവരിൽ 4 തമിഴ്നാട്ടുകാരും 1 കോഴിക്കോട് സ്വദേശിയും 2 ആന്ധ്രാക്കാരും ഓരോ കർണാടക, തെലുങ്കാന സ്വദേശികളുമാണുള്ളത്. തിരുവല്ലൂർ പേരാമ്പാക്കം സ്വദേശി രാജ, തിരുവണ്ണാമല തണ്ടാരൻപെട്ടി റെഡ്ഡിപ്പാളയം സ്ട്രീറ്റിൽ ഏഴിമലൈ, ചെന്നൈ സ്വദേശി കരുണാനിധി, വില്ലുപുരം വാനൂർ ബൊമ്മപ്പാളയം സ്വദേശി അയ്യപ്പൻ എന്നിവരാണ് കാണാതായ തമിഴ്നാട് സ്വദേശികൾ. കോഴിക്കോട് ബാലുശ്ശേരി ശിവപുരം സ്വദേശി മുത്തോരൻ, വിശാഖപട്ടണം സ്വദേശി കോരിബില്ലി ബാബ്ജി, ശ്രീകാകുളം സ്വദേശി ഈശ്വരുഡു, തെലങ്കാന സ്വദേശി വിനയ്, കർണാടക സ്വദേശി ഉനക്കൽ എന്നിവരാണ് മറ്റുള്ളവർ. കാണാതായവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചാൽ പോലീസിനെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. ബംഗളൂരുവിൽ മലയാളിയായ 4 വയസ്സുകാരി സ്കൂൾ കെട്ടിടത്തിൽ നിന്നും വീണു മരിച്ച സംഭവമാണ് പോലീസ് പെട്രോളിനെ പരിശോധിക്കുന്നത്. കേസിൽ സ്കൂൾ പ്രിൻസിപ്പലിനെ 1-ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. പ്രിൻസിപ്പൽ കോട്ടയം സ്വദേശി തോമസ് ചെറിയാൻ, കണ്ടാലറിയാവുന്ന മറ്റൊരു ജീവനക്കാരൻ എന്നിവരെ പ്രതിയാക്കി പ്രാഥമിക അന്വേഷണം തുടങ്ങി. മരണത്തിൽ സ്കൂളിലെ ആയയ്ക്ക് പങ്കുള്ളതായി സംശയിക്കുന്നുവെന്നും വിശദമായ അന്വേഷണം വേണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. കോട്ടയം സ്വദേശികളായ ജിട്ടോ ടോമി ജോസഫ്, ബിനീറ്റ ദമ്പതികളുടെ മകൾ ജിയന ആൻഡ് ജിറ്റോയുടെ മരണത്തിലാണ് നടപടി.
നാലാമത്തെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഉയരത്തിൽ നിന്ന് വീണപ്പോഴുള്ള മാരകമായ പരിക്കുകളാണ് ദേഹത്തുള്ളതെന്ന് കണ്ടെത്തുന്നതെന്ന് രക്ഷിതാക്കൾ പറയുന്നു. വൈകാതെ ബോധം പൂർണ്ണമായി നഷ്ടമായ കുട്ടിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. അടുത്ത ദിവസം തന്നെ മസ്തിഷ്ക മരണം സംഭവിച്ചു. തുടക്കത്തിൽ കൂടെ ഉണ്ടായിരുന്ന സ്കൂൾ പ്രിൻസിപ്പൽ കുട്ടി അബോധാവസ്ഥയിലായതോടെ മുങ്ങിയത് സംശയം വർദ്ധിപ്പിച്ചതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയതെന്നും രക്ഷിതാക്കൾ വ്യക്തമാക്കിയിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ചങ്ങനാശ്ശേരി സ്വദേശി തോമസിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. സ്കൂളിലെ ആയമാരിൽ ഒരാൾ കുട്ടിയോട് മോശമായി പെരുമാറിയിരുന്നു. ഇവരും മാതാപിതാക്കളും തമ്മിലുള്ള പ്രശ്നത്തിൽ കുട്ടിയോട് പകവീട്ടിയെന്ന സംശയമാണ് മാതാപിതാക്കൾ ഉയർത്തുന്നത്. സ്കൂളിലെ CCTV ദൃശ്യങ്ങൾ പ്രിൻസിപ്പൽ തോമസ് ചെറിയാൻ നശിപ്പിച്ചതായും മാതാപിതാക്കൾ ആരോപിക്കുന്നു. FIR രജിസ്റ്റർ ചെയ്തതിനു പിന്നാലെ ഒളിവിൽ പോയ പ്രിൻസിപ്പലിനായി പോലീസ് തെരച്ചിൽ തുടങ്ങി. പ്രിൻസിപ്പലിന് പുറമെ കണ്ടാലറിയുന്ന മറ്റൊരു ജീവനക്കാരനെയും പ്രതിയാക്കിയാണ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറിയ മൃതദേഹം കോട്ടയം മണിമലയിലാണ് സംസ്കരിക്കുക. ന്യൂസ് 18 ബംഗളൂരു. പോലീസ് പെട്രോൾ ഇനി പോകുന്നത് മലപ്പുറം വളാഞ്ചേരിയിലേക്കാണ്. വളാഞ്ചേരിയിൽ ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ നിർമ്മാണ സാമഗ്രികൾ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചയാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. വളാഞ്ചേരി കാവുംപുറം ആദവനാട് റോഡിലാണ് സംഭവം. പള്ളിപ്പുറം സ്വദേശി ഫിറോസ് ഖാനെയാണ് പിടികൂടിയത്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു. ദേശീയപാത നിർമ്മാണ കമ്പനിയായ KNRCയുടെ നിർമ്മാണ സാമഗ്രികളാണ് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. സംഭവത്തിൽ പള്ളിപ്പുറം സ്വദേശി ഫിറോസ് ഖാനെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഫിറോസ് ഖാന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ രക്ഷപ്പെട്ടു. ഇത്തരത്തിൽ ദേശീയപാത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാമഗ്രികൾ കടത്തിക്കൊണ്ടുപോകുന്നത് പതിവാണെന്ന് സ്ഥലം കൗൺസിലർ പറയുന്നു. ഇത് നമ്മുടെ KNRC കമ്പനിക്കാരുടെ റോഡ് പണി നടക്കുന്ന സ്ഥലത്ത് ഇരുമ്പിന്റെ ഉരുപ്പടികളെ സ്ഥിരമായി കളവ് പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉരുപ്പടികൾ ഒരു ഭാഗത്ത് ശേഖരിച്ചുകൊണ്ട് മറ്റൊരു വണ്ടി വിളിച്ചു കൊണ്ടുവന്ന് കയറ്റി പോകുന്ന സമയത്ത് പ്രദേശവാസികൾ ഇത് മോഷണമാണെന്ന് തിരിച്ചറിയുകയും അതിനോടൊപ്പം തന്നെ ഒരാളെ പിടിക്കുകയും മറ്റു 2 പേര് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ദേശീയപാത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഇരുമ്പുപടികൾ കെട്ടിട നിർമ്മാണത്തിനാണ് എന്ന വ്യാജേനയാണ് കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത്. സാമഗ്രികൾ ശേഖരിച്ച് ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകുന്നതിനിടയിൽ സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവറാണ് നാട്ടുകാരെ വിവരം അറിയിച്ചത്. തുടർന്ന് നാട്ടുകാരെത്തി പോലീസിൽ അറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് കമ്പനി അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് 18 തിരൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. വാളയാർ മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത 25,650 രൂപ പിടിച്ചെടുത്തു. ചെക്ക് പോസ്റ്റിലെ പ്രിന്ററിനുള്ളിൽ നിന്നും ഉപയോഗശൂന്യമായ കാർഡ്ബോർഡ് പെട്ടിയിൽ നിന്നും പണം പിടികൂടി. വടകരയിൽ 2 ട്രെയിനുകൾക്ക് നേരെ കല്ലേറുണ്ടായ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് വന്ദേ ഭാരത് മലബാർ എക്സ്പ്രസുകൾക്ക് നേരെ കല്ലേറുണ്ടായത്. എറണാകുളം മഹാരാജാസ് കോളേജ് സംഘർഷത്തിൽ 21 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. 13 KSU ഫ്രറ്റേണിറ്റി പ്രവർത്തകരെയും ആശുപത്രിയിൽ സംഘർഷമുണ്ടാക്കിയ SFI പ്രവർത്തകരെയുമാണ് സസ്പെൻഡ് ചെയ്തത്. കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ. കോരങ്ങാട് സ്വദേശി അതുൽ ചന്ദ്രനാണ് മരിച്ചത്. തിരുവനന്തപുരം വെള്ളറടയിലെ നളിനി എന്ന അമ്മയെപ്പോലെ മക്കളുടെ ക്രൂരത ഏറ്റുവാങ്ങുന്ന ഒട്ടേറെ പേരുണ്ട് നമ്മുടെ വീടുകളിൽ. മക്കളോടുള്ള സ്നേഹം കാരണം പലരും എല്ലാം ഉള്ളിലൊതുക്കും, എവിടെയും പരാതി പറയില്ല. അവർ ലഹരിയുടെ പിടിയിലമർന്നാലും സംരക്ഷിക്കാൻ ശ്രമിക്കും. വാശി പിടിക്കുമ്പോൾ ആവശ്യത്തിന് പണവും നൽകും. ഒരു കാര്യം ഓർക്കുക, ഇങ്ങനെ മക്കളുടെ താളത്തിന് തുള്ളുന്ന അമ്മമാരാണ് പിന്നീട് കണ്ണീര് കുടിച്ചിട്ടുള്ളത്. കുട്ടിക്കാലം മുതലേ മക്കളെ ശിക്ഷിച്ചും ശകാരിച്ചും വളർത്തിയാൽ ഇതുപോലുള്ള ദുരന്തം ഒഴിവാക്കാൻ കഴിയും. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.